ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാനിലുള്ള അമേരിക്കൻ പൗരന്മാർ ഉടൻ രാജ്യം വിടണമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ എംബസി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകൾ ഒമാനിൽ നടക്കവെയാണ് ഇറാനിലെ അമേരിക്കൻ എംബസി പൗരന്മാർക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതോടെ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിച്ചിരിക്കുകയാണ്. ഇറാനിൽ സുരക്ഷാ നടപടികൾ, പൊതുഗതാഗത വിലക്ക്, ഇന്റർനെറ്റ് തടസ്സങ്ങൾ എന്നിവ തുടരുകയാണെന്നും എംബസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൊബൈൽ, ലാൻഡ് ലൈൻ, ദേശീയ ഇന്റർനെറ്റ് നെറ്റ്വർക്കുകളിലേക്കുള്ള ആക്സസ് എന്നിവ ഇറാൻ അധികൃതർ നിയന്ത്രിക്കുന്നത് തുടരുകയാണ്. പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ചോദ്യം ചെയ്യൽ, തടങ്കലിൽ വയ്ക്കൽ എന്നിവ വർദ്ധിച്ചു വരികയാണ്. US പൗരന്മാർ തുടർച്ചയായ ഇന്റർനെറ്റ് തടസ്സങ്ങൾ പ്രതീക്ഷിക്കണം. ബദൽ ആശയവിനിമയ മാർഗങ്ങൾ ആസൂത്രണം ചെയ്യണം. ഇറാനിൽ നിന്ന് കരമാർഗം അർമേനിയയിലേക്കോ തുർക്കിയിലേക്കോ പോകണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. US ഗവൺമെന്റ് സഹായത്തെ ആശ്രയിക്കാതെ രാജ്യം വിടാനുള്ള പദ്ധതികൾ തയ്യാറാക്കാനും എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പുകൾ ഇല്ലാതെ തന്നെ വിമാന സർവീസുകൾ റദ്ദാക്കാൻ സാധ്യതയുണ്ട്. പുറത്തിറങ്ങാൻ കഴിയാത്തവർ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ അഭയം തേടാനും ഭക്ഷണം, വെള്ളം, മരുന്നുകൾ എന്നിവ ഉറപ്പാക്കാനും പ്രകടനങ്ങൾ ഒഴിവാക്കാനും നിശബ്ദത പാലിക്കാനും ജാഗ്രത പാലിക്കാനും ശ്രദ്ധിക്കണമെന്നാണ് മുന്നറിയിപ്പ്. അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി സ്മാർട്ട് ട്രാവൽ എൻറോൾമെന്റ് പ്രോഗ്രാമിൽ ചേരാനും എംബസി നിർദ്ദേശിച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാനെതിരെ സൈനിക നീക്കം നടത്തിയാൽ ഇസ്രായേലിനും അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടുമെന്ന് മുന്നറിയിപ്പ് നൽകി യമനിലെ ഹൂത്തി വിമതർ. ഇതിന്റെ ഭാഗമായി മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഹൂതികൾ രഹസ്യമായി നീക്കി തുടങ്ങിയതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റെഡ് സീ, അറേബ്യൻ സീ എന്നിവിടങ്ങളിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യം വെച്ചാണ് പ്രധാനമായും ഈ പടയൊരുക്കം നടക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകൾ ഒമാനിൽ ആരംഭിച്ചിരിക്കെയാണ് ഹൂത്തികളുടെ ഈ ഭീഷണി പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ ഇസ്രായേലിനെതിരെ നേരിട്ട് യുദ്ധം തുടങ്ങാനാണ് തങ്ങളുടെ തീരുമാനമെന്ന് ഹൂത്തികൾ വ്യക്തമാക്കുന്നു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇസ്രായേൽ സൈന്യവും അമേരിക്കൻ നാവികസേനയും അതീവ ജാഗ്രതയിലാണ്. അതേസമയം മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനായി വെള്ളിയാഴ്ച മസ്കറ്റിൽ വെച്ച് നിർണായകമായ ചർച്ചകൾ നടക്കും. ഇറാനിയൻ വിദേശകാര്യമന്ത്രിയും അമേരിക്കൻ പ്രതിനിധികളും പങ്കെടുക്കുന്ന ഈ കൂടിക്കാഴ്ചയിൽ ആണവ പ്രശ്നങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ഈ ചർച്ചകളുടെ ഫലം മിഡിൽ ഈസ്റ്റിലെ സമാധാനാന്തരീക്ഷത്തിൽ ഏറെ നിർണായകമാകും. അമേരിക്ക ആഗ്രഹിക്കുന്നത് ഒരു സംഘർഷമാണ് എങ്കിൽ അതിന് ഇറാൻ സൈന്യം തയ്യാറാണ് എന്ന് ഇറാന്റെ സൈനിക വക്താവ് പറഞ്ഞു. സംഘർഷം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു രാജ്യങ്ങളും ചർച്ചകൾക്ക് തയ്യാറെടുക്കുന്നതിനിടയിലാണ് സൈനിക വക്താവിന്റെ ഈ പ്രസ്താവന. ശത്രു പരിഗണിക്കുന്ന ഏത് ഓപ്ഷനും ഏത് സാഹചര്യവും നേരിടാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശത്രു യുദ്ധ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇറാനിയൻ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രമീനിയ പറയുകയുണ്ടായി. ട്രംപ് വിട്ടുവീഴ്ചയോ യുദ്ധമോ തിരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പ്രസ്താവന എന്നാണ് വിലയിരുത്തുന്നത്. ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആഗോള രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ തുടരുന്നതിനിടെ US-ഉമായുള്ള റഷ്യയുടെ ആണവായുധ കരാറായ ന്യൂ സ്റ്റാർട്ട് കരാറിന്റെ കാലാവധി അവസാനിച്ചു. ഇരു കക്ഷികൾക്കും വിന്യസിക്കാവുന്ന തന്ത്രപരമായ ആണവായുധങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്ന കരാറാണിത്. ഇനി നിയന്ത്രണങ്ങളില്ലാതെ ഏത് ആണവായുധവും വിന്യസിക്കാൻ US-നും റഷ്യയ്ക്കും കഴിയും. അതേസമയം പുതിയ ആണവ കരാറിന് ആവശ്യമായ നടപടികൾ തുടങ്ങാൻ ട്രംപ് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. 2010 പ്രാഗിൽ US-ഉം റഷ്യയും ഒപ്പുവെച്ച ന്യൂ സ്റ്റാർട്ട് കരാറിന്റെ കാലാവധി ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് അവസാനിച്ചത്. കരാർ പുതുക്കിയില്ല എങ്കിൽ ഇരു രാജ്യങ്ങൾക്കും ആണവായുധങ്ങൾ സംഭരിക്കാൻ നിലവിലുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതെയാകും. ഇത് ആയുധ മത്സരം വർദ്ധിപ്പിക്കുമെന്ന ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. അതേസമയം ചൈനയെയും പുതിയ ആണവ ഉടമ്പടിയുടെ ഭാഗമാക്കാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യയെയും US-നെയും അപേക്ഷിച്ച് കുറവാണെങ്കിലും ചൈനയുടെ ആയുധ ശേഖരം വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ നീക്കം. എന്നാൽ ബീജിംഗ് പരസ്യമായി അമേരിക്കയുടെ സമ്മർദ്ദം നിരസിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച സമാധാന സമിതിയിൽ പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് മുൻഗണന നൽകിയില്ല എങ്കിൽ സഖ്യം വിടുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇന്തോനേഷ്യ. പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുക എന്ന ലക്ഷ്യം നേടാനായില്ല എങ്കിൽ സമിതിയിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോനോ വ്യക്തമാക്കുകയുണ്ടായി. സമാധാന ചർച്ചകളിൽ നിന്ന് പലസ്തീൻ താൽപര്യങ്ങൾ മാറ്റിവെച്ചാൽ ഇന്തോനേഷ്യ ഉടൻ പിന്മാറുമെന്നാണ് ഔദ്യോഗികമായ നിലപാട്. രാജ്യത്തെ മുസ്ലിം സംഘടനകളുമായും മത നേതാക്കന്മാരുമായും പ്രസിഡന്റ് പ്രബോവോ സുബിയാത്തോ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഈ തീരുമാനം. പലസ്തീനിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനും സമാധാനം തിരികെ കൊണ്ടുവരാനുമുള്ള ഏക പോംവഴിയായാണ് നിലവിൽ ഇന്തോനേഷ്യ ഈ സമിതിയെ കാണുന്നത്. എന്നാൽ രാജ്യത്തിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായ തീരുമാനങ്ങൾ സമിതി എടുത്താൽ അതിന് കൂട്ടുനിൽക്കാൻ ഇന്തോനേഷ്യ തയ്യാറല്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഈ സമിതിയിൽ അംഗമാകുന്നതിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ വെല്ലുവിളികൾ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്.
പലസ്തീൻ ജനതയുടെ ദുരിതം അവസാനിപ്പിക്കാനുള്ള തന്ത്രപരമായ ഒരു നീക്കമായാണ് ഇന്തോനേഷ്യ ഇതിനെ വിലയിരുത്തുന്നത്. ലോകത്തെ പ്രധാന മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയുടെ ഈ ശക്തമായ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അബുദാബിയിൽ യുഎസിന്റെ മധ്യസ്ഥതയിൽ നടന്ന ഉക്രൈനെതിരെ റഷ്യ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ 314 തടവുകാരെ കൈമാറുന്നതിനുള്ള ധാരണയോടെ അവസാനിച്ചു. ചർച്ചകൾ അവസാനിച്ചതായി കൂടുതൽ വിശദാംശങ്ങൾ നൽകാതെ ഉക്രൈനിലെ ചർച്ചയ്ക്കെത്തിയ റസ്റ്റം ഉമറോവിന്റെ വക്താവ് ഡയാന നെവിഷ്യൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമായ കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിലും ഇന്ന് യുഎസ്, ഉക്രൈൻ, റഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 314 തടവുകാരെ കൈമാറാൻ സമ്മതിച്ചു. 5 മാസത്തിനിടെ ഇതാദ്യമായാണ് ഇത്തരമൊരു കൈമാറ്റം. 314 എന്നത് ആകെ തടവുകാരുടെ എണ്ണമാണോ അതോ ഇരുപക്ഷവും വിട്ടയക്കേണ്ട തടവുകാരുടെ എണ്ണമാണോ എന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. കാര്യങ്ങൾ നല്ലതും പോസിറ്റീവുമായ ദിശയിലേക്ക് നീങ്ങുന്നുവെന്ന് റഷ്യയിൽ നിന്നും ചർച്ചയ്ക്കെത്തിയ കിറിൽ ദിമിട്രീവ് സ്റ്റേറ്റ് മീഡിയയോട് പറഞ്ഞു. യുഎസുമായുള്ള റഷ്യയുടെ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള സജീവമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. സുഡാനിലെ സൗത്ത് കോർഡോഫാൻ സംസ്ഥാനത്തെ അൽ കുവൈറ്റ് മിലിറ്ററി ആശുപത്രിയിൽ ബോംബ് സ്ഫോടനം. അർദ്ധസൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിൽ 4 മെഡിക്കൽ സ്റ്റാഫുകൾ ഉൾപ്പെടെ 22 പേർ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഒരു മെഡിക്കൽ സംഘം വ്യക്തമാക്കി. കൊല്ലപ്പെട്ടവരിൽ ആശുപത്രിയുടെ മെഡിക്കൽ ഡയറക്ടറും 3 ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നതായി സുഡാൻ ഡോക്ടർമാരുടെ സംഘം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ആരോഗ്യ കേന്ദ്രങ്ങളെയും മെഡിക്കൽ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണം യുദ്ധക്കുറ്റമാണ് എന്നും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും സാധാരണക്കാരുടെയും മെഡിക്കൽ സ്ഥാപനങ്ങളുടെയും സംരക്ഷണം ഉറപ്പു നൽകുന്ന കൺവെൻഷനുകളുടെയും നഗ്നമായ ലംഘനമാണ് എന്നും ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് സംഘം വ്യക്തമാക്കി. ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം RSFനാണ് എന്ന് സംഘം പറയുന്നു. മാത്രമല്ല അന്താരാഷ്ട്ര സമൂഹം, UN ഏജൻസികൾ, മനുഷ്യാവകാശ സംഘടനകൾ എന്നിവരോട് മെഡിക്കൽ സൗകര്യങ്ങൾക്കെതിരായ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ജപ്പാനിൽ ഞായറാഴ്ച നടക്കാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സനെ തകേച്ചിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തകേച്ചി രാജ്യത്തെ മികച്ച രീതിയിലാണ് നയിക്കുന്നത് എന്നും അവർക്ക് തന്റെ പിന്തുണയുണ്ട് എന്നും ട്രംപ് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി. അടുത്ത മാസം വാഷിംഗ്ടണിൽ വെച്ച് ട്രംപും തകേച്ചിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്താനും തീരുമാനമായിട്ടുണ്ട്. ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ തകേച്ചിക്ക് ഇത്തവണ വലിയ വിജയം ലഭിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഭക്ഷണ സാധനങ്ങളുടെ നികുതി കുറയ്ക്കുമെന്ന തകേച്ചിയുടെ വാഗ്ദാനം സാധാരണക്കാർക്കിടയിൽ വലിയ തരംഗമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ജപ്പാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും തകേച്ചിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് പ്രവചനങ്ങൾ. പ്രതിരോധ മേഖല ശക്തിപ്പെടുത്താനുള്ള തകേച്ചിയുടെ തീരുമാനങ്ങൾ ജപ്പാനും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമാക്കാനാണ് തകേച്ചി ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ താൻ സ്ഥാനമൊഴിയുമെന്ന് തകേച്ചി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വോട്ടർമാർ അവർക്കൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.